1952 മെയ് 31 കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി പഞ്ചായത്തിലെ കരിമുമ്പയിൽ KP ഉമ്മയ്യയുടെയും E ഹസന്റെയും മകനായാണ് അബൂബക്കർ ജനിച്ചത്. സ്വാതന്ത്ര്യാനന്തര മലബാറിന്റെ കലുഷിതമായ രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന അബൂബക്കർ LTTC ഗവൺമെന്റ് ഹൈസ്കൂൾ കൊടുവള്ളി, ഇസ്ലാഹിയ കോളേജ് ചേന്നമംഗലൂർ, സുല്ലം മുസ്ലാം അറബി കോളേജ് അഴീക്കോട്, ഗവൺമെന്റ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1987 മുതൽ 1993 വരെ ബാബറി മസ്ജിദ് സംരക്ഷണ സമിതി കൺവീനറായും 1993 നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് രൂപീകരണം മുതൽ തുടർച്ചയായി 3 തവണ അധ്യക്ഷപദവും അലങ്കരിച്ച E അബൂബക്കർ പിന്നീട് സുപ്രീം കൌൺസിലിൽ അംഗമായി. 2005 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ മുതൽ തുടർച്ചയായി 3 വർഷം ചെയർമാനായിരുന്ന അബൂബക്കർ ഗ്രീൻ വാലി ഫൌണ്ടേഷൻ മഞ്ചേരി, തേജസ് ദിനപത്രത്തിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. 1973 മുതൽ 3 പതിറ്റാണ്ടുകാലത്തെ വർണ്ണാഭമായ അധ്യയന ജീവിതത്തിൽ നിന്നും വിരമിച്ച ശ്രീ അബൂബക്കർ നിരവധി മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുണ്ട്. നിലവിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗവും SDPI ദേശീയ പ്രസിഡന്റുമാണ് ശ്രീ E അബൂബക്കർ. കൂടാതെ ഓൾ ഇന്ത്യ മില്ലി കൌൺസിൽ സെക്രട്ടറി, റിഹാബ് ഇന്ത്യ ഫൌണ്ടേഷൻ ട്രസ്റ്റ് മെമ്പർ എന്നീ സ്ഥാനങ്ങളും വഹിക്കുന്നുണ്ട്. ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും, നമ്മൾ ഒരുമിച്ച് മരിക്കും, ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ച് മരിക്കും. തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശോഭനമായ ഒരു ഭാവിയാണ്. ചില്ലറ സംഗതികൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കലമ്പെടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, ആളുകളല്ല. നമുക്ക് മഹത്തായ ലക്ഷ്യമാണ് ഇന്ത്യ രാജ്യത്ത് നേടിയെടുക്കാൻ. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തമായ കൂട്ടായ്മ എന്ന നിലയിൽ, രക്തം പരസ്പരം നമ്മുടെ രക്തം തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം എന്ന നിലയിൽ നമ്മൾ മുന്നേറുകയാണ്. തീർച്ചയായും നമ്മൾ ഒരുമിച്ച് പോകും, നമ്മൾ ഒരുമിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. TM ആമിനെയാണ് ശ്രീ അബൂബക്കർ